സിലു ടോക്സ്, നമ്മുടെ സബ്ജക്റ്റ് ഇന്ന് സിലു ടോക്സ് ആണ്. പുള്ളിക്കാരത്തി ഒരു വീഡിയോ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ഇതിവൃത്തം ഇതായിരുന്നു: ഒരു പയ്യനാണോ അതൊന്നും എനിക്കറിയില്ല, ഒരാൾ പുള്ളിക്കാരത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ പ്രൈവറ്റ് പാർട്ട് പുള്ളിക്കാരത്തിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോർഷൻ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിലു ടോക്സ് ഒരു വ്ളോഗറാണ്. ആക്ച്വലി അവർക്ക് ഒരു 5-6 മക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 5-6 കുട്ടികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ പറ്റിയാണ് അവർ വീഡിയോ എപ്പോഴും ചെയ്യാറ്. അവരുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ആഗ്രഹിക്കുന്ന കുറേ അമ്മമാരുമുണ്ട്. ഒത്തിരി ഫാൻസൊക്കെ ഉള്ള ആളാണ് സിലു ടോക്സ്. നല്ല സബ്സ്ക്രൈബർ ഇതൊക്കെ ഉള്ളതാണ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് ഒരു ചെറിയ ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രസവിക്കാനുള്ളൊരു മെഷീനായിട്ടാണ് പുള്ളിക്കാരത്തി ഒരു കൊടുക്കുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇതെനിക്ക് ഒരാൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അവർക്കൊന്ന് അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വെരി ബിഗിനിങ്ങേ ഞാൻ പറയാം, ഇത്തരം ഫോൺ കോൾസ് അല്ലെങ്കിൽ ഇത്തരം മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് സംസാരിക്കാൻ പോലും നിൽക്കത്തില്ല. നമ്മളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻസ് തന്നെ അതിനകത്ത് അവരുടെ ആ ഒരു കമൻസിനകത്ത് ഉണ്ടാകും. പിന്നെ ഇതുപോലുള്ള ചളിയടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്കത് മനസ്സിലാവും. കാരണം കുറേ കാലമായില്ല നമുക്കിങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് വളർത്താൻ നിൽക്കരുത്. മിക്കവാറും ഇപ്പോഴുള്ള ഒരു മാരേജൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു, സോഷ്യൽ മീഡിയ വഴി ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതും ഒരുമാതിരി പുച്ഛമായിട്ടാണ് തോന്നാറ്. കാരണം സോഷ്യൽ മീഡിയ ത്രൂ ഒരു പാർട്ട്ണറെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ 100% അയാൾ വേറെയൊക്കെ അന്വേഷിക്കും. നമ്മളെ മാത്രമല്ല വേറെയും ആൾക്കാർ അവർക്കുണ്ടാകും. അത് തമ്മിൽ ഭേദം തൊമ്മൽ എന്നുള്ള ചൂസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് ട്രസ്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമാണെന്നല്ല എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യക്കുറവുണ്ട്. നമ്മുടെ അയലുവക്കത്തുള്ള ഒരു കുട്ടീനെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൂടെ ചേർക്കുന്നത് പോലെയല്ലല്ലോ എവിടെയോ ഇരുന്നിട്ട് ഞേണ്ടി കളിക്കുന്നവരത്തിനെ സെലക്ട് ചെയ്യുന്നത്. അത് കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഒബ്ജക്ഷനുണ്ട്. പിന്നെ പ്രൈവറ്റ് പാർട്ട് അയച്ചു തരുന്നത് ക്രൈമാണെന്ന് വെച്ചാൽ ഭയങ്കര ക്രൈമാണ്. അത് നമ്മളിവിടെ പിന്നെ സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ആക്ഷൻ എടുക്കും. അപ്പോൾ അവർ ചെയ്ത ആ ഒരു മെത്തേഡ് ഓക്കെയാണ്. വൺ ടൈം ഓപ്പൺ എന്നുള്ള മെസ്സേജ് വരുമ്പോൾ മറ്റൊരു ഫോൺ വെച്ചിട്ട് അവർ ക്യാപ്ചർ ചെയ്തതും അത് വലിയൊരു എവിഡൻസ് ആണ്. ഈ ഒരൊറ്റ എവിഡൻസ് മതി അയാൾക്കെതിരെ ഒരു പെട്ടെന്ന് തന്നെ അയാൾക്ക് ഒരു FIR അടിച്ചിട്ട് കൊടുക്കും, അറസ്റ്റും ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പിന്നെ പുള്ളിക്കാരൻ ആർക്കെങ്കിലും അയക്കുന്നതിനോട് ഒരു വിയോജിപ്പ് കാണിക്കും. ഇത് ഒരു സത്യം പറഞ്ഞാൽ നിയമത്തിൻ്റെ ഒരു വശമാണ്. അതല്ലാതൊരു വശമുണ്ട്. ഇപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ടോർച്ചർ, മെൻ്റൽ ഥറോമ, അത് വേണ്ടിയിരുന്നില്ല. അത് എങ്ങനെ വേണ്ടാതാക്കാമായിരുന്നു? വെരി ബിഗിനിങ് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഏത് മീഡിയം ആണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാണുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്ത് അടുത്തത് പോയി കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്യുക. ഇല്ല ഇത് കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പിന്നൊന്നും പറയാനില്ല. ഈ കുട്ടിയാണ് സംസാരം കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം തുടങ്ങിയത്. അത് വേണ്ടിയിരുന്നില്ല. എനിക്ക് വരാറുണ്ട് ഹായ് എന്ന് പറഞ്ഞാൽ ഒരു ഹായ് തിരിച്ചു കൊടുക്കും. ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവനെ ഓർത്തോണ്ടിരിക്കാനല്ലേ ഇവിടെ പരിപാടി. ചിലർക്ക് പ്രൊഫൈൽ പോലും ഉണ്ടാവില്ല, പ്രൊഫൈൽ പിക്ക് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് പേടുത്തങ്ങ് ദൂരെ കളയും. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റാണ് എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിനേക്കാൾ കൂടുതലുള്ളത്. അത്രയ്ക്ക് ഉണ്ടാകും ചില നേരത്തെ ടോർച്ചറുകൾ. പിന്നെ ഇത് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ടാവും. വെരി സഡൻ ആക്ഷനാണ്. ബിക്കോസ് ഒരു പെണ്ണിന് അതിപ്പം ഫേസ്ബുക്കിലെ ഇൻബോക്സിലേക്ക് തന്നാലും പ്രശ്നം. നമ്മളുടെ മെസ്സഞ്ചർ ബോക്സ്, അതായത് അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും അവരവരുടെ പ്രൈവറ്റ് പാർട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പ്രൈവറ്റ് പാർട്ടാണെങ്കിൽ പോലും നമുക്കത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും, കേസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സ്പോട്ടിൽ ആളെ പിടിക്കും. ഞാനിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻപ്. അതിൻ്റെ ആക്ഷനൊക്കെ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കോഷ് ചെയ്ത് കൊടുത്തു. കാരണം വേറൊരാളുടെ നമ്പർ മിസ്യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഒത്തിരി പ്രായം ചെന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം കോഷ് ചെയ്തു കൊടുത്തു. കാരണം പ്രായമായ അയാളെ കൊണ്ടുപോയി ജയിലിൽ ഇടുന്നതിന് എനിക്ക് യോജിപ്പില്ല. ഏകദേശം എൻ്റെ കാലിൽ പിടിച്ചു തൊഴുത് വീണ് മാപ്പെരുന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് നല്ല മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ വരുന്ന പെൺകുട്ടികൾ എന്താ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഇതിന് കൂടുതൽ സംസാരിക്കാൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വൺ ടൈം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് അയച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ടാക്കി കൊടുത്ത ശേഷം പിന്നെ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അങ്ങനെ ഒരു സംഗതി വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അപ്പുറത്തുനിന്ന് വരുന്ന ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ആരാ എന്താ എന്നൊക്കെ അറിയാനുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ വീണ്ടും സംസാരം കണ്ടിന്യൂ ചെയ്യും. അതവിടെ ചെയ്യാതിരിക്കുക, സ്റ്റോപ്പ് ഇട്ട്.
നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോഴത്തുള്ള ഫോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ബ്ലോക്ക് ഇറ്റ് യാർ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് കിട്ടും. അയാൾ പിന്നെ പോയി വേറെ എവിടെയെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. എവിടെന്നെങ്കിലും അയാൾക്ക് പണി കിട്ടുമ്പോൾ അയാൾ പഠിച്ചോളും. മെനക്കെടാൻ സമയമുള്ളവർ മെനക്കെട്ട് അതിന് പണി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 5 കുട്ടികളൊക്കെ ഉള്ള സിലു ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ് അയാളുടെ ഒരു നമ്പറൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്പർ പോലും കാണിക്കാൻ ഒക്കത്തില്ല. പിന്നെ അയാളുടെ മുഖം പുറത്തേക്ക് വിടണമായിരുന്നു, അതും പുള്ളിക്കാരത്തി ചെയ്തിട്ടില്ല. മുഖം പുറത്തേക്ക് വിട്ടാൽ കേസ് വരും, പക്ഷെ ക്രോസ് ആയിട്ട് കേസ് വേറെ കൊടുക്കാനും പറ്റും. ഇതിനേക്കാളൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ നിയർ ബൈ ഉള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ വിഷയം ഒന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് സമയമില്ലാതെ ഇതിങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നും ആർക്കും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. സച്ച് ഇൻ കേസ് നിങ്ങളൊന്ന് എൻ്റർടൈൻ ചെയ്തു പോയി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് പാർട്ട് അയക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, എത്ര വലിയ ടീമാണെങ്കിലും നെക്സ്റ്റ് മൊമെൻറ്റിൽ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കുക. വരും വരായിക ചിന്തിക്കുകയേ വേണ്ട. ആ ചിന്ത അവിടെ നിന്നില്ലാത്തടത്ത് നിങ്ങൾക്ക് ആ ചിന്ത വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സിലു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ യോജിപ്പാണ്. പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ കൊടുക്കുന്നത് ഒരുതരം മനോവൈകല്യമാണെന്ന് പറഞ്ഞു. തെറ്റാണ് കേട്ടോ. ഈ ആണുങ്ങളുടെ ഒരു സ്ഥിരബുദ്ധി ഇല്ലായ്മ കൊണ്ടാവും അവർ സ്ഥിരം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ട് അയച്ചു കൊടുക്കുമ്പോൾ എന്തൊരോ ഇമ്പ്രഷൻ തോന്നും. സത്യത്തിൽ ഛർദ്ദിക്കാനാണ് വരാറ്. എനിക്കങ്ങനെയാണ് വരാറ്. മാക്സിമം പെൺകുട്ടികൾക്കും അങ്ങനെയാണ് വരാറ്. അതിൻ്റെ ഒപ്പം തന്നെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഒരു വിഷമം, നമ്മളൊരു മെറ്റീരിയലാണോ, നമ്മൾ ഇതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരാണോ, നമ്മൾ ഇതിന് മാത്രമേ ഉപയോഗിക്കാൻ കൊള്ളാവൂ എന്നൊരു തോന്നൽ വരും. അത് പബ്ലിക് സ്പേസിലൊക്കെ നമ്മളെ സെക്ഷൽ ആ ഒരു വ്യൂവിൽ നോക്കുമ്പം നമുക്കങ്ങനെ തോന്നും. നമുക്ക് ഭയങ്കര വിഷമം വരും. അത് ഓവർകം ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ സ്വാഭാവികമായി ആ കുട്ടി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവറ്റുകൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തൻ്റേടികളാവും, തെറി വിളിക്കുന്നവരാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ വന്നാൽ ഇപ്പം ഇതിനകത്ത് തന്നെ കുറേയധികം സദാചാരം പുള്ളിക്കാരത്തി പറയുന്നത്, ഞാൻ തെറിയൊന്നും വിളിക്കത്തില്ല, പക്ഷെ ഞാൻ അച്ഛനിക്കേ വിളിച്ചിട്ടുള്ളൂ. തെറി ആരും മനഃപൂർവ്വമായി വിളിക്കുന്നതല്ല. അത് മനുഷ്യൻ്റെ ഇമോഷണൽ ഡിസ്ചാർജാണ്. അതായത് മനുഷ്യൻ്റെ ദേഷ്യത്തിൻ്റെ ലെവൽ താണ്ടുമ്പോൾ ഏറ്റവും നല്ല പ്രതിരോധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്ത്രീകൾ വിളിച്ച ഉടനെ അവളുടെ കുടുംബ പാരമ്പര്യം തെറ്റി അവളങ്ങ് കുറഞ്ഞു പോയി ആ ഒരു ടേം പറയുന്നവരടുത്തൊന്നും ഒന്നും പറയാനില്ല. നമ്മളുടെ ആവശ്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഒരാൾ നിങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കാൻ വരുന്നു, നിങ്ങളുടെ കൈവാക്കിനൊരു കമ്പോ അല്ലെങ്കിൽ ഒരു കുറുതടിയോ എന്തായിരിക്കുന്നത് വെച്ചാൽ അടിച്ചു കൊടുക്കും. അയാൾ വീണ് ചത്തുവെന്ന് വയ്ക്കുക, നിങ്ങൾ കൊലപാതകയാവുമോ? അല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്തൊരു പ്രൊട്ടക്ഷനാണത്. അതിന് നിങ്ങൾ കൊലപാതകയാവുന്നെങ്കിൽ ആ കൊലപാതകി എന്ന പേര് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നിങ്ങളെ തല്ലിക്കൊല്ലും. അപ്പോൾ നമ്മൾ പ്രതിരോധത്തിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ പേര് ചീത്തയാവുമെങ്കിൽ അത്തരം ചീത്ത പേരുകൾ നല്ലതാണെന്ന് എൻ്റെ വാദം അതാണ്. ഇപ്പം എന്നെ ഈ തെറിക്കാരി എന്നൊരു ലേബൽ കൊണ്ടുവരുന്നതിൻ്റെ റീസൺ തന്നെ എൻ്റെ ലൈവുകളാണ്. അതിനകത്തൊന്ന് പോക്കത്തറ എഴുതി വയ്ക്കും, തിരിച്ച് ചെയ്താൽ നല്ല നിലയിൽ കൊടുക്കും. അത് കേട്ടിട്ട് എൻ്റെത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കുറേ പതിവ്രത കുലസ്ത്രീകളും ഉണ്ട്. കുലസ്ത്രീകളാണ് മെയിനായിട്ട് ഇത് എടുത്തു വെച്ച് പറയുന്നത്. ഇത്തരം കുലസ്ത്രീകളെ പിടിച്ച് 2 പൊട്ടിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ 10 മടങ്ങ് യമകണ്ഠൻ തോതിൽ അവിടുന്ന് വരുന്നത് നമുക്ക് കേൾക്കാം. അപ്പം ഇതൊരു എമോഷണൽ ഡിസ്ചാർജ് മാത്രമാണ്, ഇതൊരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സിലു ആദ്യം പറഞ്ഞ കുറേ വേർഷനിൽ പറയുന്നുണ്ട് ഞാൻ തെറിയൊന്നും അങ്ങനെയൊന്നും പറയും, പക്ഷെ അയാൾക്കിട്ട് നല്ല കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല, പക്ഷേ ഇങ്ങനെ പറയേണ്ടി വന്നു. ആർക്കാണ് ഇപ്പോൾ ജനിച്ച ഉടനെ ഇങ്ങനെ പറയണമെന്നുള്ള ആഗ്രഹമുള്ളത്? അവിടെ എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട് എന്നുള്ളത് വസ്തുത. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് പണ്ടത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. എൻ്റെയൊക്കെ ബാല്യകാലത്തൊക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കൊക്കെ ഒരുമാതിരി വർത്തമാനം പറയുക എന്നുള്ളത് സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് കുറേ അധികം ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാരുടെ ഒരു കായബലം കൊണ്ട് തന്നെ നാട്ടിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ടീസിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു പട്ടണത്തിലേക്ക് പഠിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മളിത് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. കുട്ടികൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയെടുത്ത് ഏകദേശം സൈലൻ്റായി തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രൈവറ്റ് പാർട്ടിൻ്റെ കാര്യം, അവർക്കുള്ള അതേ ഇത് നമുക്ക് വരത്തില്ല എന്നുള്ളത് വസ്തുത. അതായത് ഒരു ഇമോഷണൽ ബാലൻസിങ് ആണ് അതിനകത്ത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആണുങ്ങൾക്ക് ഇതൊരു സൈക്കോളജിക്കൽ അല്ല, അവർക്കൊരു ബയോളജിക്കൽ ഇഷ്യൂ ആണത്. പെണ്ണുങ്ങൾക്ക് ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അത് നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരുന്നത്. രണ്ടുപേർക്ക് ഈക്വലാണ്. തോന്നലും സെക്ഷൽ ഫീലിങ്ങും സെക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഈക്വലാണ്. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു രീതി അനുസരിച്ചിട്ട് പെൺകുട്ടികൾക്ക് ഇത് പാടില്ല, പെൺകുട്ടികൾക്ക് ഇത് വന്നാൽ കുഴപ്പമാണ്. ഇപ്പം നമ്മൾ തള്ളേ 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 എന്ന് വിളിക്കും. ആരെ കണ്ടാലും നമ്മൾ തള്ളേ തള്ളേ എന്ന് വിളിക്കും. തന്തേ 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 എന്ന് ആരെങ്കിലും വിളിക്കുമോ? വിളിക്കൂല.
അതിന് ഒരു 2 മീനിങ് വരുന്നു, അമ്മയ്ക്ക് 4-5 ഇതെന്ന് പറയുന്നു. പക്ഷെ അച്ഛനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആരെ കണ്ടാലും അമ്മ അമ്മ എന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് പൂസ്റ്റപ്പ് ചെയ്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കും. അത് അച്ഛ 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 എന്ന് വിളിച്ചുകൊണ്ട് നടന്നപ്പോൾ അങ്കിളെന്നൊക്കെ വിളിക്കുള്ളൂ. അച്ഛ അച്ഛ എന്നൊക്കെ വിളിക്കാൻ നമ്മൾ വളരെയധികം ആലോചിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചീത്തപ്പേര് വരും. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഈ സൊസൈറ്റി നിലനിൽക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് ഈ അവഹേളനം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്തൊന്നും മാറാനൊക്കത്തില്ല. മാറ്റം വരേണ്ടത് നമ്മളിൽ കൂടെയാണ്. അടുത്ത ജനറേഷനെങ്കിലും ഇത്തരം വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തിരുത്തുക. എനിക്ക് ആ ഒരു വിഷയത്തിൽ എൻ്റെ 2 ആൺമക്കളെയും ഉറച്ച വിശ്വാസമുണ്ട്. അവന്മാർ കാരണം ഒരു പെൺപിള്ളേരും എന്തായാലും അവന്മാരെ പ്രൈവറ്റ് പാർട്ട് പോയിട്ട് മുഖം പോലും മര്യാദയ്ക്ക് അവന്മാരെ അയച്ചു കൊടുക്കില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ റീസൺ ഞാനെന്ന അമ്മ തന്നെയാണ്, എന്നോടുള്ള റെസ്പെക്റ്റാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് നമ്മളുടെ ആൺമക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തള്ളകി വിളിയൊക്കെ കേട്ടു എന്ന് വരും. പിന്നെ പരാതി കൊടുക്കേണ്ട അവസരങ്ങൾ കൊടുക്കുന്നതിന് ഈ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ സീരിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കും. കാരണം പ്രൈവറ്റ് പാർട്ട് ചൊറിയുക, കാണിക്കുക, ഇതൊക്കെ ഭയങ്കര ക്രൈം തന്നെയാണ്. ഇതൊക്കെ ലൈറ്റനായിട്ട് എടുക്കുന്ന ഏത് സാധനമായാലും അവന്മാർക്ക് അതിൻ്റെ ആ ക്രൈം സീൻ അറിയാത്തത് കൊണ്ടാണ്. കൃത്യമായി മറുപടി ഉണ്ടാകും. അതിനകത്ത് ഒരു സ്വല്പം പോലും പിന്നോട്ട് പോകത്തില്ല. പോലീസ് ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് ആണെങ്കിൽ പോലും. പിന്നെ വാട്സപ്പിൽ വന്നതിന് പറയാനുണ്ടോ? ഏതെങ്കിലും ആധാർ കാർഡ് കൊടുക്കാതെ അങ്ങനെ ഒരു നമ്പർ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാകും. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് പകരം അത് കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് അത് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റായിരുന്നേനെ. അങ്ങനെ ചെയ്യണം. സമയമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ അയാളോട് മറുപടി കൊടുത്ത് നമ്മളുടെ ടൈം വേസ്റ്റ് ആക്കാതെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ നിങ്ങൾക്ക് ആക്ഷൻ കിട്ടും. അതിനേക്കാൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ അയാളെ വിരട്ടി അത്രയും ഡീറ്റെയിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ വന്ന് കാല് നക്കും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. അമ്മാതിരി കേസാണ് സ്ത്രീകളെ അവഹേളിക്കുക എന്നുള്ളത്. പിന്നെ ലാസ്റ്റൊക്കെ സിജു എന്നാണ് ആ കുട്ടി, സിജു എന്നാണ് ആ കുട്ടിയുടെ ലാസ്റ്റത്തെ കുറേ വേർഷനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ആരുടെ അടിമകളൊന്നുമല്ല, ഞങ്ങൾക്കും ജീവിക്കണം എന്നൊക്കെ നല്ല ബോധമാണ്. അതൊക്കെ വരണം. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ മുൻപോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മതത്തിനെതിരെ പറയണമെന്ന് പറയും. സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും സ്വതന്ത്രരുമാണ്. ആർക്കും സ്വാതന്ത്ര്യമൊന്നും കൊടുക്കണ്ട. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആണുങ്ങൾ കുറച്ച് മേൽക്കോയ്മ കാണിക്കുന്നുണ്ട്. ആ മേൽക്കോയ്മയ്ക്ക് ഒരു പരിധി വരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ, ബന്ധങ്ങൾ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണം. വിട്ടുവീഴ്ചകളാണ് ചെയ്യുന്നത്. ആ വിട്ടുവീഴ്ചകളാണ് നമുക്ക് കിട്ടുന്നെന്നുള്ള ബോധം അവർക്കുണ്ടാക്കി കൊടുത്തിട്ട് വേണം അത്തരം വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യാൻ. അതിൻ്റെ അർത്ഥം തുണിയിലാ ചാടണം പോകണം എന്നല്ല. പക്ഷേ ചില ലിമിറ്റേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യണത് നമ്മളുടെ സേഫ്റ്റിക്ക് കൂടെ നല്ലതായിരിക്കാം. ഇത്തരത്തിൽ കോൾസ് ഒക്കെ വരും. പ്രത്യേകിച്ച് നമ്മൾ നമ്പർ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ ഇതുപോലത്തെ കോൾസ് വരും, ഇതുപോലത്തെ വാട്സപ്പ് മെസ്സേജ് വരും. ജസ്റ്റ് ബ്ലോക്ക് ഇറ്റ്. അതാണ് ഏറ്റവും നല്ല സേഫ്റ്റി. അതുകൊണ്ട് നമുക്ക് 2 ഗുണം. സമയനഷ്ടം അത് കുറഞ്ഞു കിട്ടും. അതിൻ്റെ കൂടെ തന്നെ മെൻ്റലി നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് പോകും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകും, മാനസിക വിഷമം. അതുമാത്രമല്ല, ഈ ഒരു പ്രൊസീജിയർ കുറച്ച് ഡിലേ ആകുമ്പോൾ, സ്ലോ ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിജിമ്പ്രചനം, ഇതെല്ലാം നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ടി വരും. സോ ആൾ ഇൻ ടോട്ടൽ ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒപ്പീനിയൻ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണേ. താങ്ക് യു.